കുറച്ചു കാലം കാക്കേണ്ടി വന്നുവെങ്കിലും ദൈവം നമുക്ക് ഒരു കുഞ്ഞിനെ തന്നുവല്ലോ. ദൈവത്തിന് നന്ദി. ട്രാൻക്വിലിനസ്, നമ്മുടെ മകന് എന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ട് മാറ്റിയ ആദരണീയൻ എന്നർത്ഥം വരുന്ന ഒരു പേര്, സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ, നിനക്ക് വലുതാവുമ്പോൾ ആരാകാനാണ് ആഗ്രഹം? എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ മതി റബേക്ക, ഫാദർ അംബ്രോസിനെ പോലെ. അയ്യേ, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ നിനക്കെന്ത് കിട്ടും? ദൈവരാജ്യത്തിൽ പ്രവേശനം കിട്ടും റബേക്ക. അയ്യോ ഫാദർ, സെബാസ്റ്റ്യൻ, നീ നാളെ തന്നെ സൈനിക സേവനത്തിനായി പുറപ്പെടണമെന്ന് അറിയിപ്പ് വന്നിരിക്കുന്നു. നിനക്ക് 25 തികഞ്ഞിരുന്നത് ചക്രവർത്തി അറിഞ്ഞു? ഇല്ല അപ്പാ, എനിക്ക് ഫാദർ അംബ്രോസിനെ പോലെ ആയാൽ മതി. മോനെ, ഞങ്ങൾക്കും അത് തന്നെയാണ് താല്പര്യം. പക്ഷേ ഈ നിർബന്ധിത സൈനിക സേവനം സർവേശ്വരൻ്റെ ഇഷ്ടമാണ്. ക്രിസ്തുവിൻ്റെ താല്പര്യപ്രകാരമാണിതെന്ന് കരുതി നീ പോവുക. ഈശോ നിന്നെ അനുഗ്രഹിക്കും. AD 288 ഡയോക്ലീഷ്യൻ ഭരണകാലത്തെ റോമ സാമ്രാജ്യം പകർച്ചവ്യാധികളാലും പ്രകൃതിക്ഷോഭങ്ങളാലും നിറഞ്ഞ ആ ദുരിത സമയത്തിന് കാരണം രാജ്യത്തെ ക്രിസ്തുമത വിശ്വാസികളെന്ന് ഡയോക്ലീഷ്യൻ മുദ്ര കുത്തി. അക്കാലത്തെ സർവ്വസൈന്യാധിപനായി ഡയോക്ലീഷ്യൻ ചക്രവർത്തി നിയമിച്ചത് ക്രിസ്തുമതത്തിൻ്റെ കഠിന വിശ്വാസിയായ നമ്മുടെ നായകനെയായിരുന്നു, വിശുദ്ധ സെബസ്ത്യാനോസിനെ. ഇതൊന്നും അറിയാതെ ഡയോക്ലീഷ്യൻ ക്രിസ്ത്യാനികളുടെ മേൽ ക്രൂരത വർഷിച്ചു കൊണ്ടിരുന്നു. കുറെ കാലം സെബാസ്റ്റ്യൻ സത്യം മറച്ചുവെച്ചുവെങ്കിലും ഒരിക്കൽ ചക്രവർത്തി അതറിഞ്ഞു, സെബാസ്റ്റ്യൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന്. ഉടനെ തന്നെ അദ്ദേഹത്തെ ചക്രവർത്തി രാജ്യദ്രോഹ കുറ്റം ചുമത്തി തുറകിലടച്ചു. ചക്രവർത്തിക്ക് പ്രിയങ്കരനായതുകൊണ്ട് ക്രിസ്തുമതം ഉപേക്ഷിച്ചാൽ പഴയ പദവികൾ തിരികെ നൽകാമെന്ന് ഭടന്മാർ രാജകൽപ്പന പ്രകാരം അദ്ദേഹത്തെ അറിയിച്ചു. സാധ്യമല്ല എന്നറിയിച്ച സെബാസ്റ്റ്യനെ അമ്പെയ്തു കൊല്ലാൻ ചക്രവർത്തി ഡയോക്ലീഷ്യൻ കൽപ്പിച്ചു. അമ്പേറ്റു ബോധം മറഞ്ഞ സെബാസ്റ്റ്യൻ മരണപ്പെട്ടു എന്ന് കരുതി രാജസേവകർ അദ്ദേഹത്തെ മൈതാനത്തിൽ ഉപേക്ഷിച്ചു പോയി. എന്നാൽ അതുവഴി വന്ന ഐറീൻ എന്ന പെൺകുട്ടി അദ്ദേഹത്തെ രക്ഷിച്ച് സ്വന്തം വീട്ടിൽ ശുശ്രൂഷിച്ചു. ശേഷം എന്ത് സംഭവിച്ചു എന്നത് നമുക്ക് കാണാം. വർഷം AD 288 ജനുവരി 20 റോമ നഗരത്തിലെ ഒരു വീട്ടിൽ. അങ്ങേതെങ്ങോട്ടാണ്? അങ്ങയുടെ മുറിവുകൾ ഇനിയും ഭേദമായിട്ടില്ല. മാർത്ത, ആ മരുന്ന് കഞ്ഞി ഇങ്ങ് കൊണ്ടുവരും. ഇനിയും കാത്തിരിക്കുന്നത് നന്നല്ല. നമ്മുടെ സഹജീവികളെ ഡയോക്ലേഷ്യൻ കൊന്നൊടുക്കുകയാണ്. ഇതിനെതിരെ പ്രവർത്തിക്കാതിരിക്കുന്നത് എങ്ങനെ? എനിക്ക് പോയേ മതിയാകും. ഐറിൻ, മാർത്ത, ക്രിസ്തുവിന് വേണ്ടി അമ്പേറ്റെ എന്നെ രക്ഷിക്കാൻ ക്രിസ്തുമാവൻ തന്നെ അയച്ചതാണ് നിങ്ങളെ. ഇത്രയും നാൾ എന്നെ പരിപാലിച്ചതിന് നന്ദി. ഞാൻ പോകട്ടെ. ഐറീൻ്റെ വീട്ടിൽ നിന്നും തിരിച്ച സെബാസ്റ്റ്യൻ റോമ സാമ്രാജ്യത്തിൻ്റെ രാജകൊട്ടാരത്തിലെത്തി.
റോമ സാമ്രാജ്യത്തിന്റെ അധിപതി ചക്രവർത്തി ഡയോക്ലീഷ്യൻ ഇതാ എഴുന്നള്ളുന്നു. റോബർട്ട്, അവൻ മരണപ്പെട്ടു എന്നുറപ്പല്ലേ? നമ്മുടെ സർവ്വസൈന്യാധിപൻ നമുക്കേറ്റവും പ്രിയങ്കരനായിരുന്നുകൊണ്ട് നമ്മെ വഞ്ചിച്ച ആ സെബാസ്റ്റ്യൻ. അതെ മഹാരാജൻ, അമ്മയുടെ ആജ്ഞയനുസരിച്ച് അവനെ കൊന്നൊടുക്കി. നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ ആരാധിക്കുന്ന കരിങ്കൽ പ്രതിമകൾക്കും മേലെയുള്ള എന്റെ ക്രിസ്തുനാഥൻ എന്നെ കൈവടിഞ്ഞത്. ഇപ്പോൾ നീ അവയെ ഉപേക്ഷിച്ചു ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി നിലനിൽക്കും. ആരെവിടെ? ഈ ധിക്കാരിയുടെ തല തകർത്ത് ഇവരെ ജോബ്ദേവിന് കാഴ്ചവെക്കും. ഉത്തരവ് മഹാരാജൻ. അതെ, ഞാൻ സ്വപ്നം കണ്ടത് സത്യമായിരുന്നു. നമ്മുടെ സൈന്യാധിപൻ മരണം വരിച്ചിരിക്കുന്നു. നമ്മെ ഈ ക്രൂര ചക്രവർത്തിയിൽ നിന്ന് രക്ഷിക്കാൻ ഇനി ആരുണ്ട്? യേശുനാഥ, അങ്ങേക്ക് വേണ്ടി മാത്രം നിലകൊണ്ട ഇദ്ദേഹത്തെ വധിച്ച് അവർ ഓടയിൽ എറിഞ്ഞിരിക്കുന്നു. ലൂസിന, ഇദ്ദേഹത്തെ നമുക്ക് ആഭ്യൻ ഭൂഗർഭഗൃഹത്തിൽ അടക്കം ചെയ്യാം. സൈന്യാധിപൻ സെബാസ്റ്റ്യൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലൂസിനെയും സുഹൃത്തുക്കളും സെബാസ്റ്റ്യനെ ആഭ്യൻ എന്ന പാതയ്ക്കടുത്തുള്ള ഒരു ഭൂഗർഭഗൃഹത്തിൽ അടക്കം ചെയ്തു. ഡയോക്ലീഷ്യൻ്റെ ക്രൂരതയിൽ ലൂസിനെയും സുഹൃത്തുക്കളും വധിക്കപ്പെട്ടു. സെബാസ്റ്റ്യനെ അടക്കിയ ആഭ്യൻ ഭൂഗർഭഗൃഹം സെയിൻറ്റ് സെബാസ്റ്റ്യൻ്റെ പേരിലുള്ള ലോകത്തിലെ ആദ്യ പള്ളിയായി, പിന്നീട് ബസിലിക്കയും. AD 374 ദമാസസ് ഒന്നാമൻ പാപ്പ സെബാസ്റ്റ്യനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1575 മുതൽ 1596 വരെയുള്ള കാലയളവിൽ മിലാനിലും ഇറ്റലിയിലും പടർന്നു പിടിച്ച സാംക്രമിക രോഗങ്ങൾ വിശുദ്ധ സെബാസ്റ്റ്യൻ്റെ മാധ്യസ്ഥതയാൽ സൗഖ്യമാക്കപ്പെട്ടു. ഇതിനുപകാര സ്മരണ എന്നോണം വിശുദ്ധൻ്റെ രൂപവുമായി കപ്പലിൽ ലോകം ചുറ്റാനൊരുങ്ങി ഒരു കൂട്ടം വിശ്വാസികൾ. അങ്ങനെ 1640കളിൽ മിലാനിൽ നിന്നും ആ കപ്പൽ ആലപ്പുഴയിലെ അർത്തുങ്കൽ കടൽ തീരത്തെത്തി. ക്യാപ്റ്റൻ, നമ്മൾ എന്തുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നു? കടൽക്ഷോഭം നിലച്ചുവല്ലോ. എനിക്ക് കഴിയുന്നില്ല പീറ്റർ. ഇവിടേക്ക് എന്തോ എന്നെ പിടിച്ചു നിർത്തുന്നു. നമുക്ക് വിശുദ്ധന്റെ രൂപം ഈ പഴയത്ത് നൽകാം എന്നാരോ പറയുന്നത് പോലെ. വിശുദ്ധനെ നിങ്ങളിൽ നിന്നും ഏറ്റെടുക്കാനാണ് ഞാൻ വന്നത്, ക്യാപ്റ്റൻ സ്റ്റെൻസിലാറോസ്. നിന്റെ നാമം എനിക്ക് വെളിപ്പെടുത്തിയതും സർവശക്തനായവൻ തന്നെ. ഞാൻ ഫാദർ ജക്കോമോ ഫെലീഷ്യോ, ഈ അർത്തുങ്കൽ ഇടവകയുടെ വികാരി. കഴിഞ്ഞ 33 വർഷമായി അച്ഛൻ ഞങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ അച്ഛൻ അർത്തുങ്കലിന്റെ അപ്പസ്തോലനാണ്. ക്യാപ്റ്റൻ സ്റ്റെൻസിലാറോസ്, ഇതാണ് ദൈവഹിതം. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം ഞങ്ങൾക്ക് തരിക. പിന്നീട് അർത്തുങ്കൽ അറിയപ്പെടുന്നത് വിശുദ്ധന്റെ പേരിലായിരിക്കും. ഇതാ ഈ ദിവ്യ സ്വരൂപം ഞാൻ അർത്തുങ്കലിന്റെ അപ്പസ്തലനെ ഏൽപ്പിക്കുന്നു.
അപ്പോസ്തലൻ ഏറ്റെടുത്ത വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം കടൽ തീരത്തെ കുരിശടിക്ക് സമീപം സ്ഥാപിക്കുന്നു. അർത്തുങ്കൽ സെയിന്റ് ആൻഡ്രൂസ് പഴയ പള്ളിയുടെ തെക്കേ അൾത്താരയിൽ പ്രത്യേക രൂപക്കൂട്ടിൽ കടൽ കടന്നെത്തിയ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ആ തിരുസ്വരൂപം ഇന്നും നിലകൊള്ളുന്നു. ക്രിസ്തുവിനും നമുക്കും വേണ്ടി.